അപ്പം എങ്ങനെയാണ് ഇന്ന് മുട്ട ഓംലെറ്റ് ഉണ്ടാക്കല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ വൈറ്റ് കളർ ക്ലേ എടുത്ത് അതാ ഇതുപോലൊരു പാത്രം വെച്ച് ഓംലെറ്റിൻ്റെ ഷേപ്പ് ഉണ്ടാക്കി എടുത്തു കേട്ടോ. ഇനി ആദ്യത്തെ ടാസ്ക് മഞ്ഞയ്ക്ക് കളർ അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഇങ്ങോട്ട് പൂർത്തീകരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി മുട്ട ഓംലെറ്റിൻ്റെ ഷേപ്പ് വേണ്ടേ, അതിന് വേണ്ടി നമുക്ക് അറ്റഭാഗമൊക്കെ അടിച്ച് പരത്താം. അതേ കണ്ടെയ്നറിൻ്റെ അടപ്പ് വെച്ചിട്ട് അടിച്ച് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കുറച്ച് മഞ്ഞ കളർ അറ്റത്തൊക്കെ ആയിട്ടുണ്ട്. സാരില്ലാന്നേ, നമ്മൾ മുളക് പൊടിയിട്ടുള്ള മുട്ട ഓംലെറ്റ് ഉണ്ടാക്കണേ. നിങ്ങളെങ്ങനെ ഉണ്ടാക്കാറ്? കുരുമുളക് പൊടി ഇട്ടിട്ടാണോ അതോ മുളക് പൊടി ഇട്ടിട്ടാണോ? കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ മഞ്ഞ കളറും ഓറഞ്ച് കളറും മിക്സ് ചെയ്ത് എന്താ അടിച്ചു കൊടുത്തു. ഇനി ഭാഗം കൈകൊണ്ട് നല്ലപോലെ വലിക്കുക, തിരിച്ച് മടക്കി കൊടുക്കുക. ഏകദേശം മുട്ട ഓംലെറ്റിൻ്റെ ഷേപ്പും രൂപവും നിറവും ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി എന്താ പരിപാടി എന്നല്ലേ, ഈ മുട്ട ഓംലെറ്റിന് ഒറിജിനാലിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ഓട്ടകളും കൂടി വേണം. അപ്പോൾ പിന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് ഓട്ട കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതങ്ങനെ സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല മുളക് പൊടി ഉപ്പ് മാത്രം വെതറി ഉണ്ടാക്കിയിട്ടുള്ള ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. മുട്ട വെച്ചിട്ട് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് വിഭവം ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി മുട്ട ഇഷ്ടമല്ലെങ്കിൽ മുട്ട ഹേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തോളൂ. എന്താണെങ്കിലും കമൻറ്റ് ഒരു പ്രോത്സാഹനമാണല്ലോ. ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത ഡിഷായിട്ട് വീണ്ടും കാണാം.